الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എഴുതിയ കിതാബ് തൗഹീദ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിന്റെ കോപ്പി ഇവിടെ ആവശ്യമുള്ള ആളുകൾക്ക് കിട്ടും. ഇതിലെ ഒന്നാമത്തെ ആയത്തും അതിന്റെ വിശദീകരണവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന സൂറത്തു അസ്സാരിയാത്തിലെ 56-ാമത്തെ ആയത്തും, അതുപോലെ അതിന്റെ വിശദീകരണത്തിൽ സൂറത്തു നഹ്ലിലെ 17-ാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. ഖുർആനിലെ ആയത്തുകൾ ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ കിതാബിലുള്ള അവന്റെ ഖൗൽ ഖാല അല്ലാഹ് ഖാല റസൂലുഹു, ഇതാണ് ഇൽം എന്ന് പറഞ്ഞാൽ. ഇൽം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല അല്ലാഹ് വഖാല റസൂലുഹു, അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അത് പഠിക്കുക എന്നതിന്റെ ഫضൽ വളരെ വളരെ വലുതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുത്ഹാനിലേക്കോ മദീനക്കടുത്ത 2 സ്ഥലങ്ങളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടു അവിടുന്ന് ചോദിച്ചു. അങ്ങനെ മദീനക്ക് വളരെ അടുത്ത സ്ഥലത്തേക്ക് പോയി ഒരു തെറ്റ് ചെയ്യാതെ, ഒരു കുടുംബബന്ധവും മുറിക്കാതെ, വെറും ഹലാലായ ഒരു മാർഗത്തിൽ ചുവന്ന 2 ഒട്ടകങ്ങൾ കിട്ടാൻ നിങ്ങളിൽ ആരാണ് ആഗ്രഹിക്കാത്തത്? സഹാബത്ത് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. ചുവന്ന 2 ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അറിയപ്പെട്ട വളരെ മുന്തിയ വില കൂടിയ ഒരു വാഹനത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അതിനേക്കാൾ പല പദവികൾ മുന്നിലാണ് ആ കാലത്തെ ചുവന്ന ഒട്ടകങ്ങൾ. കാരണം അത് വാഹനം മാത്രമല്ല, വാഹനം എന്നത് മാത്രമല്ല ഒട്ടകത്തിന്റെ ഉപകാരം, വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അങ്ങനെയുള്ള അത് കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരുന്ന് 2 ആയത്തുകൾ പഠിക്കുക എന്നത്. 3 ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് 3 ആയത്തുകൾ പഠിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അതുകൊണ്ട് പഠിക്കാൻ, ഹിഫ്ളാക്കാൻ തീരുമാനിക്കുക. ഹിഫ്ളാണ് യഥാർത്ഥത്തിൽ ഇൽം. യഥാർത്ഥത്തിൽ ഇൽം എന്താണ്? ഹിഫ്ളാക്കിയ ഇൽമാണ്. മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരാളുടെ ഇൽം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ ബാത്റൂമിന് കൂടി കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കണം അയാളുടെ ഇൽം. എഴുതി വെച്ചത് അവിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, എന്നാൽ മനസ്സിലുള്ളത് അവിടത്തേക്ക് പോകുമ്പോൾ ഊരി വെക്കാൻ സാധിക്കുകയില്ല. അപ്പോ ഒരാളുടെ ടോയ്ലറ്റിലും അയാളുടെ കൂടെ ഉണ്ടാകുന്നതാണ് അയാളുടെ ഇൽമെന്ന് പല മഹാന്മാരും പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത് നോക്കൂ. വഖൗലിഹി തആല വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. സൂറത്തു അൻ-നഹ്ലിലെ 36-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണത്. ഒന്ന് എല്ലാവരും വായിക്കുക. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ, ബഅത്നാ ഓതരുത്, ബഅത്നാന, സായിന് സുക്കൂനാണ്. ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബൂ അത്താഗൂത്ത്. ഈ ഭാഗമാണ് ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ ഒന്നാമത്തെ ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. ആയത്ത് പൂർണ്ണമല്ല ഇവിടെ കൊടുത്തത്, വിഷയവുമായി
ബന്ധമുള്ള ഭാഗമാണ് കൊടുത്തത്. അതിന്റെ ബാക്കി ഇങ്ങനെയാണ്: فمنهم من هدى الله ومنهم من حقت عليه الضلالة فسيروا في الأرض فانظروا كيف كان عاقبة المكذبين ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت فمنهم من هدى الله ومنهم من حقت عليه الضلالة فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. കഴിഞ്ഞ ആഴ്ച ഞാനിത് പഠിച്ചു വരണോ എന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണ്ടോ പഠിച്ചത്? അലൈസ മിൻകും മൻ തഅല്ലം, അലൈസ മിൻകും റജുലുർ റഷീദ് ഞാൻ ചോദിക്കുന്നില്ല. ആരാണ് പഠിച്ചത്? പഠിച്ചു വരണം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. അതിനർത്ഥം വലഖദ് ബഅസ്നാ. വലഖദ് എന്നത് തഅക്കീദിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ഖദ് എന്ന് പറഞ്ഞാലും തഅക്കീദായി. മനസ്സിലായിട്ട് അല്ല ഓ അനി അബ്ദുല്ലാഹ് വസ്തനിബ് തഗൂത്ത്. ബറകല്ലാഹു. അവിടെ വരെ ഹിഫ്ദുല്ലാഹ് ആരൊക്കെയല്ലേ? റസൂലൻ. ബറകല്ലാഹു ഫീക്. ഇനി ഈ കുല്ലി വേറെ ആരെങ്കിലും ബറകല്ലാഹു ഫീക്. بارك الله فيك. ثم من؟ പിന്നെ ആരെങ്കിലും? أن يعبدوا الله. أن يعبدوا الله. بارك الله فيكم. ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت. അതിന്റെ ബാക്കി കൂടി പഠിച്ചാൽ ഖൈറായിരിക്കും. മുസ്ഹഫിൽ നോക്കിയിട്ട് فمنهم من هدى الله ومنهم من حقت عليه الضلالة فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. ഖുർആനിൽ ഇതുപോലെ എത്ര ആയത്തുകളുണ്ട് അല്ലേ? فسيروا في الأرض ومنهم من هدى الله. ഖുർആനിലെ ആയത്തുകളിൽ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് കാണാം. പണ്ഡിതന്മാർ പറയാറുണ്ട് വളരെ എളുപ്പമാണ് അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുവാൻ. 10 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളാണ് വളരെ പെട്ടെന്ന് ഖുർആൻ ഹിഫ്ളാക്കാറുള്ളത്? വളരെ എളുപ്പമാണ് അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുവാൻ ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് പഠിക്കുവാൻ ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ സൂറത്തുകൾ തുടങ്ങുക, എന്നിട്ട് വലുതിലേക്ക് പോവുക. ഒരു സൂറത്ത് കഴിയുമ്പോൾ അത് പൂർത്തിയായാൽ അടുത്തത് പഠിക്കാൻ ഒരു നശാത്തുണ്ടാവും, ഒരു ഉന്മേഷം ഉണ്ടാവും. അതുകൊണ്ടാണ് വലുതിന്ന് തുടങ്ങരുതെന്ന് പറയുന്നത്. കാരണം വലുത് തീരാതാവുമ്പോൾ അതിങ്ങനെ തീരാതെ നീണ്ടു പോകുമ്പോൾ മടുപ്പ് വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ചെറിയ സൂറത്തുകൾ പഠിച്ച് തുടങ്ങുക. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് പഠിക്കാൻ ഒരു ഒന്ന് കഴിഞ്ഞതിന്റെ സന്തോഷവും അടുത്തത് പഠിക്കാനുള്ള ഒരു നശാത്തും ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലഖദ് ബഅസ്നാ. ലഖദ് എന്ന് പറഞ്ഞാൽ തന്നെ അത് തഅക്കീദ് അഥവാ ഉറപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളിൽ ഒന്നാണ്. അതിന്റെ കൂടെ ലാം കൂടി ചേർത്തു. ലഖദ് നാം അതിന്റെ ശേഷം വരുന്ന വാക്ക് ഉറപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. വാവ് ആത്തുഫിന് വേണ്ടി തൊട്ട് മുമ്പുള്ളതിനോട് ഈ വിഷയം കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയാണ് വാവ് ഉപയോഗിക്കുന്നത്. വലഖദ് ബഅസ്ന. ബഅസ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അയച്ചു, നിയോഗിച്ചു എന്നൊക്കെയാണ്. ബഅസ. യബഅസു എന്നാണ് അതിന്റെ മുബാരി. ബഅസ അയച്ചു, യബഅസു പറഞ്ഞാൽ അയക്കുന്നു അങ്ങനെയൊക്കെ. ബഅസ്ന. ഖുർആനിൽ വേറെ എവിടെയാണ് ബഅസ എന്നുള്ള യബഅസു ഒക്കെ വന്നിട്ടുള്ളത്? وبعثنا منهم 12 نقيبا. നാം അവരിൽ നിന്ന് 12 നഖീബുകളെ
തെരഞ്ഞെടുത്തു. നസീബ് എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ, നല്ല ആളുകൾ. അള്ളാഹു ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതാണ്. പിന്നെ വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, സൂറത്തുൽ ജുമുഅയിലെ ആയത്തുണ്ടല്ലോ, سبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم هو الذي بعث في الأميين رسولا منهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. هو الذي بعث അയച്ചു, നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്ത് എന്ന് പറയാറുണ്ട്. നബിയുടെ നിയോഗം, ബിഅ്സത്തിന് ശേഷം, ബിഅ്സത്തിന് മുമ്പ് എന്ന് പറയാറുണ്ട്. വലഖദ് ബഅസ്ന, തീർച്ചയായും നാം അയച്ചു. ബഅസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? നാം അയച്ചു. ഞാൻ അയച്ചു എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം? ബഅസ്തു എന്ന് പറയണം. ബഅസ്തു, ഞാൻ അയച്ചു. ബഅസ്ന എന്ന് പറഞ്ഞാൽ നാം അയച്ചു. ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലേക്കും, എല്ലാ ഉമ്മത്തിലേക്കും. എല്ലാവർക്കും അറിയുന്ന പദമാണ് കുല്ലുൻ. എല്ലാം, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഫീ കുല്ലി ഉമ്മത്തിൻ, എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ? സമുദായം, സമൂഹം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതിന്റെ ബഹുവചനമാണ് ഉമമുൻ. ഉമമുൻ, ഉമ്മത്തിന്റെ ബഹുവചനമാണ് ഉമമുൻ, സമുദായങ്ങൾ, സമൂഹങ്ങൾ. ഉമമുൻ. ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, ആരയച്ചു? റസൂലിനെ അയച്ചു. അള്ളാഹുവിന്റെ റിസാലത്തുമായി ചെല്ലുന്ന ആൾ, അതാണ് റസൂൽ. റിസാല, സന്ദേശത്തിന്റെ റിസാല എന്ന് പറയും, സന്ദേശം. റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന്റെ റിസാലത്തുമായി ചെല്ലുന്ന ദൂതൻ. അതിന്റെ ബഹുവചനമാണ് റുസുൽ. റസൂൽ എന്നതിന്റെ ബഹുവചനം ജംആണ് റുസുൽ, ദൂതന്മാർ. അള്ളാഹുവിന്റെ റസൂലുകൾ. എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ അയച്ചു. അൻ, എന്തിനു വേണ്ടിയാണ്? അൻ യഅ്ബുദൂ, അവർ ആരാധിക്കുവാൻ വേണ്ടി. വേണ്ടി എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് അൻ ഉപയോഗിച്ചിട്ടുള്ളത്. അൻ യഅ്ബുദൂ, അവർ ആരാധിക്കുവാൻ എന്ന് പറഞ്ഞാൽ ആ ഉമ്മത്ത് ആരാധിക്കുവാൻ. ആരെ? അല്ലാഹ, അല്ലാഹുവിനെ. അൻ യഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ അവർ ആരാധിക്കുവാൻ വേണ്ടിയും. അതുപോലെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ്, അഫ്സിനാണ് വാവ് അവിടെ. വജ്തനിബു, ഇജ്തനബ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒഴിവാക്കി, ഇജ്തനബ. വജ്തനിബു الرجس من الأوثان وجتنبوا قول الزور. അല്ലാഹു സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞ വാക്കാണ്. വജ്തനിബു الرجس من الأوثان وجتنبوا قول الزور. നിങ്ങൾ ആ വൃത്തികെട്ട ബിംബങ്ങൾ ഒഴിവാക്കുക, മോശമായ വാക്കുപയോഗിക്കുക. നോക്ക്, يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. മുഅ്മിനീകളെ, ഖംർ മദ്യം, والميسر, മൈസർ. യുസർ എന്താ അർത്ഥം? യുസറിന്റെ അർത്ഥം എന്താ? എളുപ്പം, എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി, അതാണ് മൈസർ. ചൂതാട്ടം, അതിനാണ് ചൂതാട്ടം എന്ന് പറയുക. അങ്ങനെയാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. യുസറിൽ വളരെ എളുപ്പത്തിൽ തടിയങ്ങാതെ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി, ചൂതാട്ടം. വൽ മൈസർ വൽ അൻസാബ് വൽ അസ്ലാം, പ്രതിഷ്ഠകൾ, അതുപോലെ പ്രശ്നക്കോലുകൾ. അവർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടുമ്പോൾ ബിംബങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കോലുകൾ എടുക്കും. 3 കോലുകൾ ഉണ്ടാകും. അതെടുത്തിട്ട് തുറന്നു നോക്കിയാൽ ഇഫാൽ എന്നാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യും, ലാ തഫ്അൽ എന്നാണെങ്കിൽ അത് ചെയ്യുകയില്ല. ഒന്നുമില്ലാത്തതാണെങ്കിൽ രണ്ടാമത് എടുക്കും, മൂന്നാമത്തേൽ ഒന്നും ഉണ്ടാവില്ല, അപ്പോ ഒന്നുകൂടി എടുക്കും. ഇങ്ങനെ ഒരു പരിപാടി അവർക്കുണ്ടായിരുന്നു. ശകുനം, അതിനോട് സാമ്യതയുള്ള പല വിശ്വാസങ്ങളും ഇന്നും പല ആളുകൾക്കും ഉണ്ട്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നോക്കി അത് ദുശകുനമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ മുടക്കുക, അത് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുക. അത് ശിർക്കിന്റെ വിശ്വാസമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് അങ്ങനെ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മഫ്സാഇൽ ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല ശകുനങ്ങൾ, എന്താണത്? നല്ല പേര് കേൾക്കുക, നല്ല കാഴ്ച കാണുക, അതൊക്കെ എന്താണ്? നല്ല ലക്ഷണങ്ങളാണ്. തഫാഉൽ എന്ന് പറയും അതിന്. ശുഭലക്ഷണങ്ങൾ കാണുക, നല്ല അള്ളാഹു എളുപ്പമാക്കി തരിക, നല്ല നല്ല വാർത്തകൾ കേൾക്കുക, നല്ല നല്ല പേരുകൾ കേൾക്കുക, അതൊക്കെ ഫായിലാണ്. അതല്ലാതെ ദുശകുനം എന്നൊരു പരിപാടി അങ്ങനെ ഒന്ന് ഇല്ല. ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഫജ്തനിബൂ, നിങ്ങളത് ഒഴിവാക്കുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം.
അതുപോലെയാണ് വജ്തനിബു, അവർ ഒഴിവാക്കുവാൻ വേണ്ടി. ആരെ ഒഴിവാക്കാൻ? താഗൂത്തിനെ ഒഴിവാക്കുവാൻ വേണ്ടി. എന്താണ് താഗൂത്ത് എന്ന് നമ്മൾ വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. വലഖദ് ബഅസ്ന എന്താർത്ഥം? തീർച്ചയായും നാം അയച്ചു ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായങ്ങളിലേക്കും റസൂലൻ, റസൂലിനെ, അൻ ഇഅ്ബുദുല്ലാഹ്, അവർ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയും, വജ്തനിബു, അവർ ഒഴിവാക്കുവാൻ വേണ്ടിയും, താഗൂത്തിനെ. താഗൂത്തിന്റെ വേണമെങ്കിൽ വാക്കർത്ഥം അതിര് കടന്നത് എന്നൊക്കെയാണ് അതിന്റെ നേരെ ഭാഷയിൽ അർത്ഥം പറഞ്ഞാൽ അർത്ഥം. തഗ എന്ന് പറഞ്ഞാൽ അതിര് വിട്ടു. ആ വാക്ക് നോക്കി നിങ്ങൾ ഖുർആനിൽ സൂറത്തുൽ ഖമറിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന ലമ്മ തഗൽ മാഉ ഹമൽനാഹും ഫിൽ ജാരിയ. നൂഹ് നബിയുടെ ആളുകളെ കുറിച്ച് ഇന്ന ലമ്മ തഗൽ മാ, വെള്ളം അതിരുവിട്ടപ്പോൾ ഹമൽനാഹും ഫിൽ ജാരിയ, നാം അവരെ കപ്പലിൽ സഞ്ചരിപ്പിച്ചു കൊണ്ടുപോയി, രക്ഷപ്പെടുത്തി. അപ്പൊ ഫഗ എന്ന് പറഞ്ഞാൽ അതിരുവിടുക, ഫാഗിയത്ത് എന്ന് പറയും ധിക്കാരിയായ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ആളുകൾ ഫാഗിയ എന്ന് പറയും. ഫിറഔനെ പറയാറുണ്ട്, ഫിറൗനിലേക്ക് ചെല്ലുക, അവനാരാണ്? അവനെന്ത് ചെയ്തു? തഗ, അവൻ അതിര് വിട്ടിട്ടുണ്ട്. നോക്കിങ്ങൾ ഈ ആയത്ത്, അതിന്റെ ബാക്കി ഇങ്ങനെയാണ്, ഫമിൻഹും മൻ ഹദല്ലാഹ്, റസൂലിനെ അല്ലാഹു അയച്ചു അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ, താഗൂത്തിനെ ഒഴിവാക്കുവാൻ. ഫമിൻഹും, അപ്പോൾ അവരിലുണ്ടായി, മൻ ഹദല്ലാഹ്, അല്ലാഹു ഹിദായത്ത് നൽകിയ ആളുകൾ ഉമ്മത്തുകളിലുണ്ടായി. വമിൻഹും, അതുപോലെ അവരിലുണ്ടായി, മൻ ഹഖ്ഖത് അലൈഹി ളലാല, ബലാലത്ത് ഉറപ്പായ ആളുകൾ, ദുർമാർഗം പണ്ടുകൊണ്ടേ അള്ളാഹു തീരുമാനിച്ച ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവരിലുണ്ടായിരുന്നു. അള്ളാഹു ഹിദായത്ത് നൽകിയവരും അവരിലുണ്ടായിരുന്നു. ഫസീറു ഫിൽ അർദ്, അങ്ങനെയുള്ള ഉമ്മത്തുകളുടെ അവസ്ഥ നിങ്ങൾക്ക് കാണണോ? ഫസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. ഇമാം സഅദി ആ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ബിഖുലൂബികും വഅബ്ദാനികും, നിങ്ങളുടെ കൽബും ശരീരവും കൊണ്ട് സഞ്ചരിക്കൂ. ശരീരം കൊണ്ട് മാത്രം പോയാൽ പോരാ, കൽബിനെയും കൂടെ കൂട്ടി പോകണം. എന്തിനാണ്? ഫസീറു ഫിൽ അർദ് ഫൻദുറു, എന്നിട്ട് നിങ്ങൾ നോക്കൂ, കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, ആ കളവാക്കിയ നിഷേധിച്ച ആളുകളുടെ അവരുടെ ആഖിബ, അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കൂ. അതിന് മുഅ്മിന്റെ നോട്ടം വേറെ ആയിരിക്കും, കാഫിറിന്റെ നോട്ടം വേറെ ആയിരിക്കും. കാഫിർ എന്തായിരിക്കും പഠിക്കുക? ഇത് പഴയ ആളുകളാണ്, ഇവരെങ്ങനെയാണ് നശിച്ചത്, അതിന്റെ കാരണങ്ങൾ എന്താണ്, അതിന്റെ ഫോസിലുകളൊക്കെ എടുത്ത് പരിശോധിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ മരിച്ചതാണോ, അല്ല വേറെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായതാണോ, അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അവരുടെ എഴുത്തെങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം അവർ പഠിക്കും. അങ്ങനെയാണ് എത്രയോ നാടുകൾ, എത്രയോ സമൂഹങ്ങൾ പല നാടുകളിലും ജീവിച്ചതായി ആ നാടുകൾ കുഴിച്ചപ്പോ അങ്ങനെയുള്ള ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ കാഫറുകളുടെ മുഴുവൻ ചർച്ചയും നോക്കുക, ഈ ഒരു വശം അവർ ചർച്ച ചെയ്യുകയില്ല, മറിച്ച് ഭൗതികമായ കാര്യങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച്, പഴയ ആളുകളെ കുറിച്ച് നോക്കാൻ പറഞ്ഞതിന് ശേഷമുള്ള ആയത്തിൽ ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിച്ചത് فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور, കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്, പിന്നെ എന്തിനാണ്? നെഞ്ചകങ്ങളുള്ള ഹൃദയങ്ങൾക്കാകുന്നു. ഇത് മാത്രം കാണുകയില്ല, ബാക്കിയുള്ളവർക്ക് കാണും, കാണേണ്ടത് കാണുകയില്ല. അവരെന്തിനാണ് അല്ലാഹു നശിപ്പിച്ചത്? അവരുടെ രീതി എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എന്തായിരുന്നു, അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്നൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. അതാണ് മുഅ്മിൻ ചിന്തിക്കേണ്ടത്. അപ്പോൾ അവന് ഗുണപാഠം ഉൾക്കൊള്ളാൻ സാധിക്കും. അള്ളാഹു ചോദിച്ചില്ലേ, എത്ര എത്ര സമുദായങ്ങൾ കഴിഞ്ഞുപോയി, എത്ര എത്ര ഉപയോഗശൂന്യമായ കിണറുകളാണുള്ളത്, ഭദ്രമായി കെട്ടി എത്ര എത്ര കോട്ടകളാണുള്ളത്, കൊട്ടാരങ്ങളാണുള്ളത്. കിണറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആളുകൾ താമസിച്ചിരുന്നു എന്നുള്ളതിനുള്ള തെളിവാണത്. കിണറുകൾ, അങ്ങനെ എത്ര എത്ര കിണറുകളാണ്, ഇതൊക്കെ ഉപയോഗിച്ച ആളുകളിവിടെ, ഈ കൊട്ടാരങ്ങളിലൊക്കെ താമസിച്ച ആളുകളിവിടെ എന്ന് മുഅ്മിനുകൾക്ക് ചിന്തിച്ചാൽ അവന് തീർച്ചയായും ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ ആവർത്തിച്ച് പഴയ സമുദായങ്ങളുടെ കഥ പറഞ്ഞിട്ടുള്ളത്. എത്ര തവണയാണ് പറഞ്ഞിട്ടുള്ളത്?
നൂഹ് നബിയുടെ സമുദായത്തിന്റെ, ഹൂദ് നബിയുടെ, സാലിഹ് നബിയുടെ, ഫിറഔനിന്റെ, അങ്ങനെയുള്ള ആളുകളുടെ ചരിത്രം പല പണ്ഡിതന്മാരും പറയാറുണ്ട്. അള്ളാഹു ഇതൊക്കെ ആവർത്തിച്ച് ഖുർആനിൽ പറയുന്നതിന്റെ ഹിക്മത്ത് എന്താണ്? ഒരു ഹിക്മത്ത്, ഖുർആനിൽ കുറച്ച് ഹിഫ്ളാക്കിയ ഒരാൾക്കും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അയാൾ പഠിച്ച ആയത്തുകളിലുണ്ടാവും. പല വിഷയങ്ങളും കുറച്ച് പഠിച്ച ആളുകൾക്ക് പോലും അറിയാൻ പറ്റും. എന്താണ് കാരണം? ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞു. ചില സ്ഥലത്ത് ചുരുക്കി പറയും, ചില സ്ഥലത്ത് വിശദീകരിച്ച് പറയും. അങ്ങനെ പല രീതിയിൽ. നോക്കൂ നിങ്ങൾ ഈ ആയത്തിനെ കുറിച്ച് മുഫസ്സിറുകൾ വിശദീകരിച്ചു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് സൂറത്തു അൽ അംബിയായിലെ ആയത്ത്. സൂറത്തു അൽ അംബിയായിലെ 25-ാമത്തെ ആയത്ത്, സൂറത്തു അസ്സുഖ്റുഫിലെ 45-ാമത്തെ ആയത്ത്. പെട്ടെന്ന് മനസ്സിലാക്കാം. സൂറത്തു അൽ അംബിയായിലെ 25-ാമത്തെ ആയത്ത്, സൂറത്തു അസ്സുഖ്റുഫിലെ 45-ാമത്തെ ആയത്ത്. സൂറത്തു അൽ അംബിയായിലെ 25-ാമത്തെ ആയത്ത് എന്താ? وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. وما أرسلنا من قبلك من رسول, നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവിടുത്തെ അദ്ദേഹത്തിന് നാം വഹി നൽകിയിട്ടല്ലാതെ. എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധനക്കർഹനുമില്ല. ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന് വഹി നൽകിയിട്ടല്ലാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. അതുപോലല്ലേ ആയത്ത് അല്ലേ? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും നാം നബിമാരെ അയച്ചു, അവർ അല്ലാഹുവിനെ ആരാധിക്കുവാൻ, അതുപോലെ താഗൂത്തിനെ ഒഴിവാക്കുവാൻ. അതുപോലെ നോക്ക് സൂറത്ത് സുഖ്റുഫിലെ 45-ാമത്തെ ആയത്ത്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ ആയത്ത്. ഫസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ. തൗഹീദിന് തെളിവായ ആയത്താണ്. പണ്ടൊരു മുസ്ലിയാര് ഒരു താഗൂത്ത് എന്താക്കിയത്? ഷിർക്കിന് തെളിവായിട്ട് ഓതിയത്. താഗൂത്തിന്റെ ഉദാഹരണം ആർക്കെങ്കിലും മനസ്സിലാണെങ്കിൽ അയാൾ മനസ്സിലാക്കിയാൽ മതി. ശരിയായ താഗൂത്താണ്. വസ്അൽ, നീ ചോദിക്കുക. മൻ അർസൽന, കാന്തൂർ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയിക്കരുത്. വസ്അൽ മൻ അർസൽന മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅ്ബദൂൻ. വസ്അൽ, നീ ചോദിക്കുക. മൻ അർസൽന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് നാം അയച്ച, മിൻ റുസുലിനാ, നമ്മുടെ റസൂലുകളോട് ചോദിക്കുക. അജഅൽന, നാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ, അജഅൽനാ മിൻ ദൂനിർ റഹ്മാൻ, റഹ്മാനായവന് പുറമെ, ആലിഹതൻ യുഅ്ബദൂൻ, അവർക്ക് ആരാധിക്കുവാനുള്ള, ആരാധിക്കപ്പെടാനുള്ള മറ്റു വല്ല ഇലാഹുകളെയും നാം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നീ പഴയകാല നബിമാരോട് ചോദിച്ചു നോക്കൂ. നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ. ഇതാണ് ആയത്ത്. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഖുർആനിൽ ഉണ്ട് മൗലവി എന്ന് പറഞ്ഞിട്ട് ഓതി. നിനക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള നബിമാരോട് ചോദിച്ചു നോക്കൂ. എന്താണ് ചോദിക്കേണ്ടത്? അജഅൽനാമിൻ, ഇതെന്ത് ചോദിക്കാനാ തെളിവ് പറഞ്ഞത്? അതിനെ വിളിച്ച സഹായം എന്താണ്? സയ്യിദി ഖൈറൻ നബി, അതിന് തെളിവായിട്ടാണ്. ഇർതകബ്തു അലൽ ഖതാ, അതിന് തെളിവായിട്ടാണ്. അവലാതി പറയാനും സങ്കടം പറയാനും സഹായം ചോദിക്കാനും തെളിവായിട്ടാണ് ഓതുന്നത്. എന്ത് ചോദിക്കാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? റഹ്മാനായ റബ്ബിന് പുറമെ മറ്റു വല്ല ഇലാഹുകളെയും നാം അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നവരോട് ചോദിക്കുക. അത് സഹായത്താട്ടമാണോ? ഒരിക്കലുമല്ല. മാത്രമല്ല, അത് എപ്പോൾ ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? മുഫസ്സിറുകൾ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു റസൂലുള്ളാഹിക്ക് മുൻപിൽ അവരെല്ലാവരും ജീവിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരെയും ഇസ്രാഇന്റെ ആ രാത്രിയിൽ മസ്ജിദുൽ അഖ്സായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ പലരെയും മിഅ്റാജിൽ ആകാശത്തിന്റെ പല ഭാഗത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. അപ്പൊ ചോദിക്കാനാണ്, അതിനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റു ചില മുഫസ്സിറുകൾ പറഞ്ഞു, അവരുടെ ഉമ്മത്തുണ്ടല്ലോ, അവരോട് ചോദിക്കുക. പഴയ കിതാബ് നൽകപ്പെട്ട തൗറാത്തിന്റെ ആളുകളുണ്ട്, ഇഞ്ചീലിന്റെ ആളുകളുണ്ട്, അവരോട് ചോദിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനല്ലാത്ത മറ്റാരെങ്കിലും ഇലാഹാക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ആയത്തിന്റെ അർത്ഥം.
അതുപോലെയാണ് ഈ ആയത്ത്. അള്ളാഹു എല്ലാ നബിമാരെയും അയച്ചത് എല്ലാവരോടും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നഹ്നു മഅശറൽ അംബിയാഇ അബ്നാഉ അല്ലാത്തിൻ, ഞങ്ങൾ നബിമാർ അബ്നാഉ അല്ലാത്തിൻ. അബ്നാഉ അല്ലാത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പ ഒന്ന് ഉമ്മമാര് വേറെ വേറെ അങ്ങനെയുള്ള മക്കളാണ് ഞങ്ങൾ നബിമാർ. അതെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്? ദീനിന്റെ അസ്ൽ എല്ലാവർക്കും ഒന്നാണ്, എന്നാൽ ശരീഅത്തിന്റെ നിയമങ്ങളിൽ വ്യത്യാസമുണ്ടാകും, ഹറാം ഹലാലുകളിൽ വ്യത്യാസമുണ്ടാകും, അതുപോലെ ആരാധനാ കർമ്മങ്ങളുടെ വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അവർക്കുള്ള ചില ഇബാദത്തുകൾ നമുക്ക് ഇബാദത്തായിരിക്കുകയില്ല. പണ്ടത്തെ ആളുകൾക്ക് മൗനവ്രതം ഉണ്ടായിരുന്നു, നമുക്കത് പാടില്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ് നമുക്ക് ബാധകം. റസൂലുള്ള വന്നതോടെ പഴയ ശരീഅത്തുകളൊക്കെ അതൊക്കെ ദുർബലപ്പെട്ടു. ഹറാം ഹലാലുകൾക്ക് ഉദാഹരണമാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ സഹോദരന് സഹോദരിയെ വിവാഹം ചെയ്യാമായിരുന്നു. കാരണം വേറെ ആരാണ് ദുനിയാവിലുള്ളത്? ആരുമില്ല. അപ്പോൾ അള്ളാഹു അവർക്ക് യോജിച്ച നിയമമാണ് അവർക്ക് നടപ്പിലാക്കിയത്. എന്നാൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കി. അതുപോലെയാണ് മറിയമിനോട് മൗനവ്രതം, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനോട് മൗനവ്രതം അള്ളാഹു സ്വീകരിക്കാൻ പറഞ്ഞു ഖുർആനിൽ. നമുക്കത് പാടുണ്ടോ? പാടില്ല. യഹൂദികൾക്ക് പണ്ട് സബ്ത് ദിനത്തിൽ ശനിയാഴ്ച പല കാര്യങ്ങളും അള്ളാഹു ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. നമുക്കത് ബാധകമാണോ? അല്ല. ഹലാലായ നാൽക്കാലികളെ മാംസത്തിൽ തന്നെ പല ഭാഗങ്ങളും അവർക്ക് അള്ളാഹു തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു ഭാഗവുമില്ല ഹലാലായ നാൽക്കാലികളുടെ മാംസത്തിൽ. ഇങ്ങനെ എന്നാൽ നമസ്കാരത്തിന്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട്, വഖ്തിൽ വ്യത്യാസമുണ്ട്, അതുപോലെ അതിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ദീനിന്റെ അസ്ൽ എല്ലാവർക്കും ഒന്നാണ്, അഖീദ എല്ലാവരുടേതും ഒന്നാണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം, പരലോക വിശ്വാസം, അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം, ഇതൊക്കെ എല്ലാം എല്ലാ ശരീഅത്തുകളിലും ഒന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വലഖദ് ബഅസ്നാ, തീർച്ചയായും നാം അയച്ചു ഫീ കുല്ലി ഉമ്മത്തിൻ. ഉമ്മത്തിന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിന് പല അർത്ഥത്തിൽ അള്ളാഹു ഉമ്മത്ത് എന്ന പദം ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ഇത് ഈ ആയത്തിലുള്ളതുപോലെ തായിഫ എന്ന അർത്ഥത്തിൽ, സമൂഹം എന്ന അർത്ഥത്തിൽ, ഈ ആയത്തിൽ സമൂഹം എന്ന അർത്ഥത്തിലാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. അതുപോലെ മില്ലത്ത് എന്ന അർത്ഥത്തിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. മില്ലത്ത് പറഞ്ഞാൽ മാർഗം, അവര് സ്വീകരിച്ച രീതി എന്ന അർത്ഥത്തിൽ. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ തായിഫത്ത് സമൂഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, മില്ലത്ത് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഏതാണ് ആയത്ത്? നോക്ക്, സൂറത്ത് സുഖ്റൂഫിൽ 23-ാമത്തെ ആയത്തിൽ, സൂറത്ത് സുഖ്റൂഫിലെ എത്രാമത്തെ ആയത്താണ്? 23-ാമത്തെ ആയത്തിൽ അള്ളാഹു മുശ്രിക്കുകളുടെ ന്യായമായി കൊണ്ട് പറഞ്ഞു, മുശ്രിക്കുകളോട് ഏത് കാലത്തും ഇതാ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുമെന്ന് പറഞ്ഞാൽ അവർ പൊതുവെ പറയുന്ന ന്യായമാണ്, നമ്മള് പാപ്പയും അവരൊക്കെ ചെയ്തത് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. ആ ന്യായം പറയാനായി അവർ പറഞ്ഞൊരു വാക്ക് അള്ളാഹു ഖുർആനിൽ പ്രയോഗിച്ചു, ഇന്ന വജദ്ന ആബാഅന അലാ ഉമ്മത്തിൻ, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ ഒരു ഉമ്മത്തിലായിട്ടാണ് കണ്ടത്, ആ ഉമ്മത്ത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അവിടെ ഉമ്മത്തിന്റെ അർത്ഥം എന്താ? അവരുടെ രീതി, അവർ പോയ വഴി, അതേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഇനി നോക്ക്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല കാലം എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. കാലം, ഒരു പ്രത്യേക സമയം. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടന്നപ്പോ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, യാ സാഹിബൈ സിജിൻ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്നൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ തൗഹീദ് ഉപദേശിച്ച ആ രണ്ട് കൂട്ടുകാർ. അതിലൊരാള് രക്ഷപ്പെട്ടു, ഒരാള് കൊല്ലപ്പെട്ടു. അപ്പോ രക്ഷപ്പെടുന്ന ആളോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, വഖാല ലില്ലദീ ളന്ന അന്നഹു നാജിം മിൻഹുമാ ഉസ്കുർനി ഇൻദ റബ്ബിക്, നീ അദ്ദേഹം രക്ഷപ്പെടുമെന്ന് അദ്ദേഹത്തിന് തോന്നിയ ആളോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ കാര്യം നീ നിന്റെ മലിക്കിനോട് പറയണം, ഞാനിങ്ങനെ നിരപരാധിയായി ജയിലിൽ കിടക്കാണ് എന്ന കാര്യം പറയണം. പക്ഷെ അദ്ദേഹം അയാളത് മറന്നുപോയി.
അങ്ങനെ ഫലബിസ ഫിസ്സിജ്നി ബിദ്അ സിനീൻ. അല്ലാഹു പറഞ്ഞു ഫഅൻസാഹു ശൈത്താൻ അയാളത് മറപ്പിച്ചു കണ്ടു. പിന്നെയും വർഷങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടന്നു. അപ്പോഴാണ് രാജാവ് സ്വപ്നം കാണുന്നത്. എന്ത്? രാജാവ് പറഞ്ഞു ഇന്നി അറാ سبع بقرات ثمان يأكلهن سبع عجاف وسبع سنبلات خضر وأخرى يابسات نبئني بتأويله إن كنتم للرؤيا تعبرون يا أيها الملأ نبئني بتأويله إن كنتم للرؤيا تعبرون. ഞാനിതാ സ്വപ്നം കണ്ടു, ഏത് മെലിഞ്ഞ പശുക്കൾ, ഏത് തടിച്ച പശുക്കളെ വിഴുങ്ങുന്നത്, അതുപോലെ ഏത് നല്ല പച്ച കതിരുകൾ, 7 ഉണങ്ങിയ കതിരുകൾ, ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. നിങ്ങൾ ഇതിന്റെ വ്യാഖ്യാനം എനിക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു അദ്ഗാസു അഹ്ലാം വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ, ദുസ്വപ്നങ്ങളാണ്, അതിനൊന്നും വ്യാഖ്യാനം ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഇയാൾക്ക് ഓർമ്മ വന്നു, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞിരുന്ന ഒരാളുണ്ടല്ലോ. അവിടെ അല്ലാഹു പറഞ്ഞു വദ്ദകറ ബഅദ ഉമ്മത്തിൻ, വദ്ദകറ ബഅദ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിന് ശേഷം അയാൾക്ക് ഓർമ്മ വന്നു. അവിടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഒരു കാലമാണ് ഉദ്ദേശം. അങ്ങനെയാണ് അദ്ദേഹം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ചെന്ന് പറയുന്നത് യൂസുഫ് അയ്യുഹ സിദ്ദീഖ് അഫ്തിനാ ഫീ സബ്ഇ ബഖറാത്തിൻ സിമാനി യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫുൻ വസബ്ഇ സുംബുലാത്തിൻ ഖുബരി വഉഖറ യാബിസാത് ലഅല്ലി അർജിഉ ഇലൈഹിം ലഅല്ലഹും എന്ന് പറഞ്ഞ അദ്ദേഹം യൂസുഫിന്റെ അടുത്തേക്ക് ചെന്നു. ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരൂ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. രാജാവിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറഞ്ഞു. പുറത്തിറക്കാൻ വേണ്ടി വന്നപ്പോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നീ പോ. എന്നിട്ട് എന്നെ പറ്റി പണ്ടില്ലാത്ത ആരോപണം പറഞ്ഞ സ്ത്രീകളുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണെന്നൊന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ എന്നാണ് അതിന്റെ ഉദ്ദേശം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തെ ഓർത്തുകൊണ്ട് പറഞ്ഞു, എന്നെയാണ് ഞാൻ അത്രയും കാലം ജയിലിൽ കിടന്നിട്ട് നിരപരാധിയായിട്ടാണ് ഈ കിടക്കുന്നത്, അതും വളരെ മോശമായ ആരോപണം പറഞ്ഞിട്ട്. ഞാനായിരുന്നു അങ്ങനെ കിടന്നിരുന്നതെങ്കിൽ, എന്നിട്ട് എന്നെയായിരുന്നു ഇങ്ങനെ വിളിച്ചിരുന്നതെങ്കിൽ ഞാൻ ഇറങ്ങുമായിരുന്നു, ഞാൻ പിന്നെയാണ് തിരിച്ചേൽക്കുമായിരുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തെളിയിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അവിടെ ആ ആയത്തിൽ അല്ലാഹു വദ്ദകറ ബഅദ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിന് ശേഷം അയാൾക്ക് ഓർമ്മ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ കാലം എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് നോക്ക് നിങ്ങൾ, ഇമാം നേതാവ് എന്ന അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ആരെ കുറിച്ചാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. എന്താണ്? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ എന്ന് അല്ലാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. ഇബ്രാഹിം നബി ഒരു ഉമ്മത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കൊരു ഉമ്മത്താണ്, ഒരു ഇമാം എന്നതാണ് അതിന്റെ അർത്ഥം. മാത്രമല്ല ആ പ്രയോഗത്തിന് വലിയ അർത്ഥങ്ങൾ വേറെയുണ്ട്. ഉമ്മത്ത് എന്ന വാക്ക് പല അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കാറുണ്ട്. തായിഫ സമൂഹം എന്ന അർത്ഥത്തിൽ, അതുപോലെ മില്ല മാർഗം എന്ന അർത്ഥത്തിൽ, അതുപോലെ കാലം എന്ന അർത്ഥത്തിൽ, അതുപോലെ ഇമാം എന്ന അർത്ഥത്തിൽ. ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت. അല്ലാഹു റസൂലുകളെ അയക്കുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? ഒന്ന്, ജനങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കാനും പിന്നെ താക്കീത് ചെയ്യാം. റസൂലൻ മുബശ്ശിരീന വമുൻദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ അർറുസുൽ. ജനങ്ങൾക്ക് പിന്നൊരു ന്യായം പറയാനില്ല. അവരോട് പരലോകത്ത് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നിട്ടില്ലേ? അവർ പറയും വന്നിട്ടുണ്ട്. അവർക്ക് പറയാൻ ന്യായം പറയാനില്ല. അപ്പോ ജനങ്ങൾക്ക് മുമ്പിൽ ഇഖാമത്തുൽ ഹുജ്ജ, തെളിവ് സ്ഥാപിക്കൽ, അതാണ് നബിമാരെ അയക്കുന്നതിന്റെ ഒരു ഉദ്ദേശം. രണ്ടാമത്തത് അത് റഹ്മത്താണ്. നബിമാരെ അയക്കുക എന്നുള്ളത് റഹ്മത്താണ്. എന്താണ് തെളിവ്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹ്മത്തായിട്ടല്ലാതെ നാം നിന്നെ അയച്ചിട്ടില്ല. കാരണം മനുഷ്യന് തപ്പിത്തടയേണ്ട അവസ്ഥയില്ല. പിന്നെ അവൻ നൂറിൽ ബസീറത്തിലായിരിക്കും, ഇരുട്ടിലായിരിക്കുകയില്ല. കാഫിറുകളുടെ അവസ്ഥ എന്താണ്? ഇരുട്ടിലാണ്. മുഅ്മിന്റെ അവസ്ഥ എന്താണ്? അവൻ വെളിച്ചത്തിലാണ്. فمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. തലകുത്തി നടക്കുന്ന ഒരുത്തൻ അവനാണോ അഹ്ദ,
സന്മാർഗം പ്രാപിച്ചവൻ അമ്മ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം, തനിക്ക് എവിടെയാണ് പോകാനുള്ളത്, ഏതാണ് ശരിയായ വഴി, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കരുത് എന്നുറപ്പുള്ള സിറാത്തുൽ മുസ്തഖീമിലുള്ള ഒരുവനാണോ അഹ്ദ? ബുദ്ധിയുള്ള ആരും പറയും അള്ളാഹുവിന്റെ റസൂലുകളെ പിൻപറ്റിയവൻ അവനാണ് അഹ്ദ, സന്മാർഗം പ്രാപിച്ചവൻ. അള്ളാഹു പറഞ്ഞു അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത്-ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്. അള്ളാഹു മുഅ്മിനുകളുടെ വലിയാണ്, അവരുടെ രക്ഷാധികാരിയാണ്. അള്ളാഹു അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ ഖൽബിന്റെ വെളിച്ചത്തെ കുറിച്ചാണ് അല്ലാഹു സൂറത്തുൻ നൂറിൽ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് കമിഷ്കാത്തിൻ الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور. അള്ളാഹു അവരെ വെളിച്ചത്തിലാണ് ആക്കിയിട്ടുള്ളത്, ഇരുട്ടുകളിലല്ല. അപ്പോ നബിമാരുടെ കൊണ്ടുവന്നത് സ്വീകരിച്ചാൽ അവർ വെളിച്ചത്തിലായിരിക്കും, മറ്റുള്ളവർ ഇരുട്ടിലായിരിക്കും. അതാണ് നബിമാരെ അള്ളാഹു അയക്കുന്നതിന്റെ പിന്നിലുള്ള ഹിക്മ. ഒന്ന് റഹ്മത്താണ്, അതുപോലെ ഹുജ്ജത്ത് സ്ഥാപിച്ചു, പിന്നെ ന്യായം പറയാൻ സാധിക്കുകയില്ല. അതിനാണ് അള്ളാഹു റസൂലുകളെ അയച്ചിട്ടുള്ളത്. ഈ ആയത്തിൽ അള്ളാഹു അവരയച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, അനിഅ്ബുദുല്ലാഹ് വജ്തനിബു താഗൂത്ത്. അങ്ങനെ പറഞ്ഞതിൽ നഫ്യുമുണ്ട് ഇസ്ബാത്തുമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന് രണ്ട് ഭാഗമാണുള്ളത് എന്ന് കേട്ടിട്ടില്ലേ? ഒന്ന് നഫ്യാണ്, നിഷേധമാണ്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, സകല ഇലാഹുകളെയും ഒഴിവാക്കി. അത് പറഞ്ഞതോടെ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹുവിനെ സ്ഥാപിച്ചോടെ ഇസ്ബാത്ത്, തൗഹീദ് അവിടെ സ്ഥാപിച്ചു. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ആദ്യം തന്നെ ബാക്കിയുള്ളതിനൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നഫ്യും ഇസ്ബാത്തും, ഒഴിവാക്കുക സ്ഥാപിക്കുക, അത് ഈ ആയത്തിലുണ്ട്. അതെങ്ങനെ? അനിഅ്ബുദുല്ലാഹ് അത് നഫ്യാണോ ഇസ്ബാത്താണോ? ഇസ്ബാത്താണ്, സ്ഥാപിക്കലാണ്. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കാൻ. വജ്തനിബു താഗൂത്ത്, താഗൂത്തിനെ നിങ്ങൾ ഒഴിവാക്കണം. അത് നഫ്യാണോ ഇസ്ബാത്താണോ? നഫ്യാണ്, നിഷേധിക്കലാണ്. അപ്പൊ നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ള നഫ്യും ഇസ്ബാത്തും ഈ ആയത്തിലും പറഞ്ഞിട്ടുണ്ട്. അനിഅ്ബുദുല്ലാഹ് അവർ അള്ളാഹുവിനെ ആരാധിക്കുവാനും വജ്തനിബു അവർ ഒഴിവാക്കുവാൻ താഗൂത്തിനെ. ഇനി നോക്ക് നിങ്ങൾ, താഗൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? താഗൂത്ത് ഞാൻ പറഞ്ഞ അതിന്റെ വാക്കർത്ഥം തഗ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിര് കവിയുക, അതിരുവിടുക, ഹദ് ചാടിക്കടക്കുക. താഗൂത്തിന് വളരെ ജാമിആയ, വളരെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിശദീകരണം മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇഅലാമുൽ മുവഖ്ഖിഈൻ എന്ന പ്രസിദ്ധമായ കിതാബിൽ, ഇഅലാമുൽ മുവഖ്ഖിഈൻ എന്ന ഇബ്നു ഖയ്യിമിന്റെ പ്രസിദ്ധമായ കിതാബിൽ അദ്ദേഹം ഇതിനൊരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അതാണ് കിതാബ് തൗഹീദിന്റെ വിശദീകരണങ്ങൾ എല്ലാത്തിലും ഏകദേശം ഉലമാക്കൾ എടുത്തു കൊടുത്തിട്ടുള്ളത്. എന്താണ് വിശദീകരണം? മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു മിൻ മത്ബൂഇൻ ഔ മഅബൂദിൻ ഔ മുതാഇൻ. മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു, ഒരടിമ അതിര് വിട്ടിട്ട് ആരൊക്കെ ആരാധിക്കുന്നുണ്ടോ, ആരൊക്കെ അനുസരിക്കുന്നുണ്ടോ, ആരൊക്കെ പിൻപറ്റുന്നുണ്ടോ അവരൊക്കെ എന്താണ്? താഗൂത്താണ്. അതിരുവിട്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിനല്ലാതെ മറ്റാരാധിച്ചാലും അത് അതിരുവിട്ട് ആരാധനയാണ്. അതിന്റെ പരിധിയിൽ നിന്ന് പോയി ദുൽമു ചെയ്തു. അതുപോലെ മത്ബൂ ആരാണ്? തബഅ എന്ന് പറഞ്ഞാൽ താബിഅ എന്നൊക്കെ പറഞ്ഞാൽ പിൻപറ്റുക. മത്ബൂ എന്ന് പറഞ്ഞാൽ പിൻപറ്റപ്പെടുന്ന നേതാവുണ്ടല്ലോ, മത്ബൂ പിൻപറ്റപ്പെടുന്ന ആൾ, നേതാവ്. അതിരുവിട്ട് അയാളെ നേതാവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്കെതിരായി, റബ്ബിന്റെ ദീനിനെതിരായും ആളുകൾ അവനെ അനുസരിക്കുകയാണ്. ഔ മുതാഇൻ, അല്ലെങ്കിൽ നേതാവാക്കിയിട്ടില്ലെങ്കിലും അനുസരിക്കുക. ഇത് നേതാവാണ്, മറ്റത്
അനുസരിക്കുക. റബ്ബിനെതിരായി അവൻ ആളുകൾ അനുസരിക്കുന്നുണ്ട്, അവൻ അത് തൃപ്തിപ്പെടുന്നുമുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് താഗൂത്ത്. റബ്ബിനെതിരായി ജനങ്ങൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. മറിയം റളിയല്ലാഹു അൻഹ അവരെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അവർ പക്ഷെ താഗൂത്താണോ? ഒരിക്കലുമല്ല. എന്താ കാരണം? അവരൊരിക്കലും തൃപ്തിപ്പെടുന്നില്ല. അള്ളാഹു ചോദിക്കും അവരോട്, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുമെന്ന് സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, നീയാണോ ഈസ ജനങ്ങളോട് പറഞ്ഞത് എന്നെ ഇലാഹാക്കാൻ, എന്റെ ഉമ്മയെ ഇലാഹാക്കണമെന്ന്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ അങ്ങനെ പറയാനോ? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക, എന്റെ നഫ്സിലുള്ളത് നിനക്കറിയാം, നിന്റെ നഫ്സിലുള്ളത് എനിക്കറിയില്ല. ഞാൻ അവരോട് എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തുൻ മുസ്തഖീം. അതാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക്, മറിയമിന്റെ വാക്ക്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ എത്ര പേര് ഇബാദത്ത് ചെയ്യുന്നുണ്ട്? റസൂൽ താഗൂത്താണോ? സുബ്ഹാനല്ലാഹ്, ഒരിക്കലുമല്ല. അത് തൃപ്തിപ്പെടുന്ന ആളുകൾ. അതിനാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. താഗൂത്ത് അയാളെ ജനങ്ങൾ ഇബാദത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അയാൾ അള്ളാന്റെ ഹറാമ് അയാൾ ഹലാലാക്കിയാൽ ജനങ്ങൾ അത് ഹലാലാക്കി സ്വീകരിക്കുന്നു. അള്ളാഹു അയാളോട് ചോദിക്കാതെ ഒന്നും ചെയ്യുകയില്ല എന്ന് വരെ അനുയായികൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം ഉണ്ടിയോ, എന്നെ പറ്റി അങ്ങനെ ഒന്നും പറയരുത്. ഇത് തന്നെയാണ് ശരിയായ താഗൂത്താണിത്, യാതൊരു സംശയമില്ല. ശരിയായ താഗൂത്താണ്. അപ്പോ മഅബൂദ്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുകയും അത് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ആളുകൾ. അല്ലെങ്കിൽ ഒരാൾ കുറച്ചധികം എടുത്തിട്ട് കൊടുത്താൽ താഗൂത്തിനെ കുറിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അതിര് കവിന് ജനങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, തൃപ്തിപ്പെടുന്ന മഅബൂദ്, അതുപോലെ മത്ബൂ പിൻപറ്റപ്പെടുന്ന ആളുകൾ. അതിനുള്ള ഉദാഹരണമാണ് കൽ കുഹാൻ. ആരാ കുഹാൻ? കാഹിൻ, ജ്യോത്സ്യൻ. അത് ഭാവി പറയുന്നതാണ്. വസഹറ, സാഹിറുകൾ, ജിന്നുമ്മ, തങ്ങന്മാര്, ആ പണിക്ക് പണിയെടുക്കുന്ന തങ്ങന്മാരെന്നും ജിന്നുമാരെന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ. ഇവരൊക്കെ ജനങ്ങൾ പിൻപറ്റുന്നു, താഗൂത്തിൽപ്പെടും. സാഹിറുകൾ, അതുപോലെ ജ്യോത്സ്യന്മാർ, അതൊക്കെ താഗൂത്താണ്. മുശ്രിക്കിന്റെ ഒരു പടി അങ്ങോട്ട് കടന്നു, സ്വയം റബ്ബിന്റെ ശരീക്കാവാൻ നോക്കുകയാണ്. മനസ്സിലായോ? മുശ്രിക്കിന്റെയും കൂടി ഒരു പടി കടന്നു. മുശ്രിക്കാക്കുന്നത് ഈ താഗൂത്താണ്. ആൾ ദൈവങ്ങൾ, അത് ആണായാലും പെണ്ണായാലും അമ്മയായാലും അച്ഛനായാലും ഒക്കെ എന്താണ്? താഗൂത്താണ്. അതുപോലെ തന്നെ വൃത്തികെട്ട പണ്ഡിതന്മാർ, ജനങ്ങളെ ശിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുവന്ന അന്തര മുസ്ലിങ്ങളൊക്കെ പോലുള്ള ആളുകൾ ഒക്കെ താഗൂത്താണ്. അതുപോലെ മുതാ, അനുസരിക്കപ്പെടുന്ന ആളുകൾ, റബ്ബിനെതിരായി ജനങ്ങൾ അവരെ അനുസരിക്കുകയാണ്. അവർക്ക് ഉദാഹരണമാരാണ് കൽ ഉമറാഇൽ ഖാരിജീന അൻ തഅത്തില്ലാഹ്, അള്ളാഹുവിന്റെ അനുസരണത്തിൽ നിന്ന് പുറത്തു കടന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരമുണ്ട്, നിയമം നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അവർ നടപ്പിലാക്കുന്ന ആരുടെ നിയമമാണ്? അള്ളാഹു അവതരിപ്പിച്ച നിയമമല്ല. അള്ളാഹുവിന്റെ കിതാബിൽ ഇന്ന തെറ്റിന് ഇന്ന ശിക്ഷയാണ് നടപ്പിലാക്കേണ്ടത്, ഇങ്ങനെ പ്രശ്നം വന്നാൽ ഇന്നതാണ് നടപ്പിലാക്കേണ്ടത് എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായി ശിക്ഷയും നിയമങ്ങളും വിധിയും ഒക്കെ നടപ്പിലാക്കുന്ന ഉമറ, ഭരണാധികാരികൾ, അവരും ആരിൽപ്പെടും? താഗൂത്തിൽപ്പെടും. റബ്ബിന്റെ ഭൂമിയിൽ റബ്ബിന്റെ ദീനാണ്, റബ്ബിന്റെ ശരീഅത്താണ് നടപ്പിലാക്കേണ്ടത്, യാതൊരു സംശയമില്ലാതെ. അപ്പൊ അത് ചെയ്യുന്ന ആളുകൾ, അതിന്റെ ഭരണാധികാരികൾ ആ താഗൂത്തിനാണ് പെടുക. അപ്പം മഅബൂദ്, മുതാ, മത്ബൂ, ആരാധിക്കപ്പെടുന്ന പക്ഷെ അത് തൃപ്തിപ്പെടുന്ന ആളുകളായിരിക്കണം. മത്ബൂ, പിൻപറ്റപ്പെടുന്ന ആളുകൾ, അതുപോലെ അനുസരിക്കപ്പെടുന്ന ആളുകൾ. മഅബൂദിന് ഉദാഹരണമാണ് ആൾ ദൈവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, സ്വയം ആരാധിക്കാൻ അത് തൃപ്തിപ്പെടുന്ന ആളുകൾ. മത്ബൂഇന് ഉദാഹരണമാണ്, പിൻപറ്റപ്പെടുന്ന ആളുകൾക്ക് ഉദാഹരണമാണ് ജ്യോത്സ്യന്മാർ, സാഹിറന്മാർ,
മോശം പണ്ഡിതന്മാർ, അതുപോലെ മുതാ, റബ്ബിനെതിരെ അനുസരിക്കപ്പെടുന്ന ആൾക്ക് ഉദാഹരണമാണ് റബ്ബ് ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിക്കുന്ന ഭരണാധികാരികൾ, ന്യായാധിപന്മാർ ഒക്കെ താവൂത്തിലാണ് പെടുക. അപ്പൊ അതിനെ ഒഴിവാക്കാൻ, ഇതൊക്കെ ഒഴിവാക്കുവാൻ, അതൊക്കെ ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അത് മുഴുവൻ ഒഴിവാക്കുവാൻ, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, ഇത് പറയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാരെയും അയച്ചിട്ടുള്ളത്. ഈ ആയത്തിന്റെ ബാക്കി നിങ്ങൾ നോക്ക്, ഏത് സൂറത്തിലാണെന്നാണ് പറഞ്ഞത്? സൂറത്തു അന്നഹൽ. സൂറത്തു നഹൽ എവിടെ? സൂറത്തു നഹൽ നിങ്ങൾ 271 പേജ് എടുത്താൽ മതി. 271 പേജ്, എല്ലാവരും മുസഫിൽ അത് തന്നെ ആയിരിക്കും. 271 പേജ്. ഈ നമ്മുടെ മദീനയിൽ നിന്ന് വരുന്ന മുസ്ഹഫാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലത്തെ മുസ്ഹഫാണെങ്കിൽ 271 പേജിൽ കിട്ടിയോ? അത് കണ്ട 36 ആയത്ത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ബാക്കി നോക്ക്, വായിക്കണേ. ഫമിൻഹും മൻ ഹദല്ലാഹു വമിൻഹും മൻ ഹഖ്ഖത് അലൈഹി الضلاله فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. അതാണ് അതിന്റെ ബാക്കി. ഈ ആയത്ത് ഒന്ന് ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം നമുക്ക് ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد بعثنا في كل أمة رسولا ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت.